ഹലോ ഗൈസ്, അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് എവിടെ പോകാനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ കുറേ നാളായി ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് പോയതാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ ശേഷം മോനുണ്ടായതിന് ശേഷം വയനാട്ടിൽ എവിടാണ്ടൊരു സ്ഥലത്തും പോയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളീ പോകുന്നത് ആദ്യമായിട്ടാണ് ഈ ട്രിപ്പ്. ഇവൻ ഇച്ചിരി വലുതായ ശേഷം ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥലം എവിടാന്ന് ഞങ്ങൾ പറയാൻ പോവുകയാണ് ഗൈസ്. വേണ്ട, പറയണ്ട, അത് പതിയെ നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. കുറേ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഓർത്തത്. അപ്പം തന്നെ ഫോണെടുത്ത് ഉള്ള വീഡിയോ ഒക്കെ അങ്ങ് കവർ ചെയ്ത് അപ്പോഴത്തേക്ക് നല്ലൊരു സ്ഥലം അങ്ങ് കഴിഞ്ഞു ഗൈസ്. അപ്പം എനിക്ക് സങ്കടമായി കേട്ടോ. അത് കുഴപ്പമില്ല, ഇനിയും നല്ല സ്ഥലങ്ങളുണ്ട് മോളേന്നും പറഞ്ഞ് അപ്പൻ എന്നെ സമാധാനപ്പെടുത്തി. അതും കേട്ടോണ്ട് ഞാനെങ്ങനെ ഇരിക്കാൻ നേരത്ത് കാണാം റോഡ് നിറച്ച് വളവുകൾ മാത്രമുള്ളൊരു റോഡ്. എൻ്റെ പൊന്നേ, വളവൊക്കെ ആണെങ്കിൽ ഒന്നൊന്നര വളവായിരുന്നു. എൻ്റെ അപ്പനാണെങ്കിൽ കിടന്നൊക്കെ അങ്ങ് ബൈക്ക് ഓട്ടിക്കായിരുന്നു ഗൈസ്. ഇതാണ് അജിത്തും സൂര്യയും, എൻ്റെ മാമൻ്റെ മോനും അവൻ്റെ പെണ്ണും പിള്ളയും. ഇവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ട്രിപ്പിന്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതും പോകാൻ തീരുമാനിച്ചതും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി എന്തായാലും കുറേ അങ്ങ് പോയി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ല, വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്നല്ല, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കണ്ട അവിടെ ചാടി ഇറങ്ങാമെന്ന് കരുതി അങ്ങ് ഇറങ്ങിയതാണ്. കയറണോ വേണ്ടേന്നൊന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ ചെന്ന് കയറിയത്. അത് വേറെ എവിടെയല്ല മക്കളെ, നമ്മുടെ തെന്മല ഡാമിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ അപ്പം വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മൾ വന്നേയില്ലേ, ഇതിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ പോവുകയില്ലേ, ഇവിടെ ഒന്ന് കയറിയിട്ട് വരാമെന്ന്. ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പനാണെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് ഞാൻ ആദ്യമായിട്ട് വരിക. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് താഴെ ഭാഗങ്ങളൊന്നും അല്ലായിരുന്നു, വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടർ ചെന്നപ്പോൾ കാണാം 1 മണിക്കൂർ അവർ റെസ്റ്റ്, 2 മണിക്കേ തുടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ്. അതുവരെ പോയി എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ പോയി ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ബിരിയാണി വന്നിരിക്കുന്നത് ഗൈസ് ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. വലിയ സെറ്റ് ബിരിയാണിയൊന്നും അല്ലായിരുന്നു. എന്നാലും വിശപ്പ് പറഞ്ഞാൽ ഞങ്ങളത് കഴിച്ചു. വയറ് നിറയെ കഴിച്ച് നല്ല വിശപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ ഇറങ്ങി. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ്. വണ്ടി 2 ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് 5 രൂപ വെച്ച്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും എടുത്ത് മുകളിലോട്ട്, ആ ടിക്കറ്റ് കളയല്ലേന്ന് അയാൾ പ്രത്യേകം ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് യാത്ര തിരിച്ചു. അവിടെ ചെന്നപ്പോഴെൻ്റെ പൊന്നെ, ഇച്ചിരിയും മിനി നടത്തി എങ്ങാനാണോ ഉള്ളത്. ഇത്രയും നടത്തിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എങ്കിൽ ഞാൻ ആ വണ്ടി അവിടെ വെക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ അവിടോട്ട് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാലും നടക്കുന്ന കണ്ടപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് കൊതിച്ചു പോയി. ആ കൊതിച്ച ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അപ്പനുമായിട്ട് സംസാരിച്ച് വാചകം അടിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ്. എൻ്റെ ഉണ്ണിക്കടന്നെങ്കിൽ അവിടെ കിടന്ന കുപ്പിയും പാട്ടയൊക്കെ പറക്കി നടക്കുകയാണ്. അവന് തട്ടി കളിക്കാനാണ് അവൻ ആ കുപ്പി എടുത്തേക്കുന്നത്. അവനാണെങ്കിൽ കൈ പോലും മടക്കി വെക്കാനോ അങ്ങനൊന്നും സമ്മതിക്കത്തില്ല. ഒരുമാതിരി വാളി അടിച്ചവ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളും അങ്ങ് വിട്ടുകൊടുത്ത്. അങ്ങനെ ഡാമിൻ്റെ മുകളിലോട്ടുള്ള വഴിയിൽ നിന്ന് കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി, എത്താറായെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ മുമ്പിൽ ചെന്നപ്പോഴല്ലേ എൻ്റെ പൊന്നേ, ഒരു 16 പടി കാണും. ഒരുമാതിരി കുത്തനെ കിടക്കുന്ന പടി കണ്ടപ്പോഴത്തേക്ക് കണ്ണ് തള്ളി കണ്ണങ്ങ് പുറത്ത് വന്ന്. അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുകയല്ലേ. ഈ വയറെന്ന് വെച്ചുകൊണ്ട് എങ്ങനെ ഇതിനകത്ത് കയറുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ കയറിയല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മെല്ലെ കയറാൻ തുടങ്ങി. കുറച്ച് സ്റ്റെപ്പ് അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇതുപോലൊരു സ്ഥലം കണ്ടു, ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ പറ്റുന്ന രീതിയിൽ. അവിടെ നിന്ന് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. പിന്നെ ഇച്ചിരി സ്റ്റെപ്പുകളായിരുന്നു, അതും കയറി ഞങ്ങൾ അങ്ങനെ ഡാമിൻ്റെ സൈഡിലെത്തി. ഇതാണ് ഡാം. അവിടെ എത്താൻ നേരത്തെ ഒരു വാഹ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടത്തോടെ കിടന്ന് ഓടിക്കളിക്കുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ. നല്ല രസമായിരുന്നു. ആ അമ്മ എങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് കുഞ്ഞുങ്ങൾ പോകുന്നു. അമ്മ പുറവിലോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പുറവിലോട്ട് പോകുന്നു. അങ്ങനെയായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു ഗൈസ്. അത് സൂം ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ അത് അവിടുത്തെ മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്നത്. അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടെ. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കൊന്നും അല്ലെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. വലിയ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെ യാത്രയൊക്കെ ഭയങ്കര രസമായിരുന്നു. അവിടെ ചെന്ന് എൻ്റെ കൈ കൊണ്ടുവന്ന് എവിടെ കൊണ്ട് ചിരിച്ചു കൊടുത്ത് ഭയങ്കര വേദന എടുത്ത് നിൽക്കുന്നപ്പോൾ കാണാം അവൻ വീഡിയോ ആയിട്ട് എൻ്റെ മുമ്പിൽ വന്നു. അപ്പോഴേ അവനൊരു ഹായ് കൊടുത്ത് ഞാൻ അവനെ അങ്ങ് പറഞ്ഞു വിട്ടു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെത്തി താഴോട്ട് നോക്കുമ്പം അവിടെ എന്തോ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇതെന്തോ ഇത് കണ്ടോ, ഒരു സൈഡിൽ പച്ചവെള്ളം, മറ്റേ സൈഡിൽ അഴുക്ക് വെള്ളം എന്നല്ല, ഇത് ഡാമിലെ വെള്ളമാട്ടോ. ഈ പച്ചവെള്ളം അതെന്തോ സംഭവം എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായില്ല. പിന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചിലപ്പോൾ ആ വെള്ളത്തിൽ നിന്നായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് ഇരുന്നു. എന്തായാലും അത് കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ പച്ച അവിടെ ബ്രൗൺ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങിപ്പോയത് വേറെ വഴി കൂടെ ആയിരുന്നു.
അവിടെ ചെന്നപ്പോൾ കാണാം കുരങ്ങന്മാർ ഫാമിലിയായിട്ട് ഭയങ്കര കാര്യം പറച്ചിലും കളികളും പേന്നോക്കലും അങ്ങനെ പല കാര്യങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെ കയ്യിലൊക്കെ വല്ല ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ടാണ് ഇവരിങ്ങനെ നോക്കുന്നത്. പക്ഷെ ഞങ്ങളെ കയ്യിലൊന്നും ഒരു കൂറയില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കുരങ്ങന്മാരെ മൈൻഡ് ചെയ്യാതെ നടന്നുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളൊരു കാട്ടിലൂടെ ഒരു വിജനമായ സ്ഥലത്തൂടെ പോവുകയാണ്. നിങ്ങൾ കണ്ടോ, ഈ ഒരു കാട്, മേളിലും കാട് താഴെയും കാട്, നടുക്കൂടെ ഇതുപോലത്തെ റോഡ്. ഇതായിരുന്നു സംഭവം. ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ വലിയ വലിയ മുളകളും കാര്യങ്ങളും. ഞങ്ങൾ താഴെത്തി. അവിടെ ചെന്നപ്പോൾ കാണാൻ ഒരു കടയിൽ പുളിമുട്ടായി കണ്ട അപ്പം തന്നെ എനിക്ക് വേണം കേട്ടോ. അത് പണ്ട് മുതലുള്ള ശരി. അങ്ങനെ ഞങ്ങൾ പുളിമുട്ടായി മേടിച്ച് അടുത്ത സ്ഥലത്തോട്ട് യാത്ര തിരിച്ചു. ഈ സ്ഥലവും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല സെറ്റ് സ്ഥലമാണെന്ന് ഞാൻ കേട്ടത്, അതുകൊണ്ട് തന്നെ പോയതാണ് ഞങ്ങളിവിടെ. സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തോട്ട് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഞങ്ങൾ മറ്റേ ഡാമിൻ്റെ മുമ്പിലൂടെ പോയപ്പോൾ അവിടെ കയറിയെന്നേ ഉള്ളൂ. അതെ, ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കൂടി കിടക്കുന്നത്. ഇതിനെന്തോ പേരൊക്കെ പറയുമല്ലോ, എന്താണെങ്കിലും ഞാൻ മറന്നു ഈ സംഭവം. എന്തായാലും അതുവഴി ഞങ്ങൾ പോകാൻ നേരത്ത് മഴ പെയ്തുകൊണ്ടാണോ മഴ പെയ്തുകൊണ്ട് മാത്രമല്ല, ഇവിടുന്നും ഒക്കെ എവിടുന്നാണ്ടൊക്കെ കുറേ വെള്ളങ്ങളൊക്കെ ഒലിച്ച് റോഡിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ കാണാം കാപ്പി കൃഷി. കുഞ്ഞ് ടിപ്പറുണ്ടല്ലോ, അതിനകത്ത് ആ വണ്ടിക്കകത്താണ് ഇവരൊക്കെ ജോലിയും കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് പോകുന്നത്. റബ്ബറിൻ്റെ ഇടയ്ക്ക് ഇടവിള കൃഷിയായിട്ട് ഇവർ കാപ്പിയാണ് നട്ടേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ ചെറിയ തോടുകളും വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു വീടാണ് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മറ്റേ സിനിമകളിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ ഒരു സെറ്റ് വീട്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് വേറെ അങ്ങോട്ടല്ല മക്കളെ, കൊല്ലത്തിൻ്റെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലോട്ടാണ്. ദുർഘടം പിടിച്ച വഴികളായിരുന്നു. അത്ര ദുർഘടമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുറച്ചൊക്കെ ദുർഘടമൊക്കെ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ വെള്ളം റോഡിൽ കൂടെ ഒക്കെ ഒഴുകുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ ഇവിടെ മറ്റേ തേയില കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് കുന്നിൻ്റെ മുകളിലും കാട്ടിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് തേയില കൃഷി ചെയ്തേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ പിച്ചു എന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അതൊന്നും ആരും ഉപയോഗിക്കുന്നതല്ലെന്ന് തോന്നി കണ്ടിട്ട്. കാരണം ആൾക്കാരൊക്കെ നടക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത തേയിലയൊക്കെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരുമാതിരി കാട് പിടിച്ച കണക്കത്തെ തേയില മരമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെല്ലുന്നത് കുന്നിൻ്റെ ഏകദേശം ടോപ്പിലോട്ടായിരുന്നു. കുറേ ടാർട്ടർ റോഡൊക്കെ കഴിഞ്ഞ് ഓഫ് റോഡും കഴിഞ്ഞ് കുറേ ഞങ്ങളങ്ങ് പോയി. ആ മേളിൽ ചെന്നപ്പോൾ മഴയങ്ങ് പെയ്ത്. പിന്നെ ഞങ്ങൾ കയ്യിരുന്ന മഴക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ എല്ലാം താഴോട്ടിറങ്ങിയ ഒരു വലിയൊരു പാറ ഉണ്ടായിരുന്നു. പാറയുടെ മുകളിൽ വന്നിരുന്നപ്പോൾ കടലിലെ ദൈവങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കണക്ക് അവിടെ ഇവിടെയൊക്കെ കുറേ വെളിച്ചം പോലെ സൂര്യൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ നോക്കി. അങ്ങനെ ഞങ്ങൾ ആ ഭംഗി ആസ്വദിച്ച് പാറയുടെ മുകളിൽ കുറേ നേരം ഇരുന്നു. കുറേ നേരം ചളവയൊക്കെ അടിച്ചതിന് ശേഷം എൻ്റെ പൊന്നെ എവിടുന്നൊക്കെയോ കാറ്റും മഴയൊന്നും ഇല്ലായിരുന്നു. ചെറിയ രീതിയിലുള്ള കോളോ കാര്യങ്ങളോ ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടെ. അതിൻ്റെ മുകളിൽ ചെന്നാൽ ഞങ്ങൾ എന്തൊക്കെയാണ് കണ്ടേന്ന്. ആകാശമാണെങ്കിൽ നമ്മൾ തലയിൽ വന്ന് മുട്ടുന്ന പോലൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാമൊക്കെ ചേർന്ന് ഉണ്ണിക്കണ്ണനാണെങ്കിൽ അതിൻ്റെ താഴോട്ട് കല്ല് പറക്കിറങ്ങിയ താഴെ വലിയൊരു കുഴിയായിരുന്നു കേട്ടോ. വലിയ കുഴിയെന്ന് വെച്ചാൽ കുറച്ച് വലിയ കുഴി. മരമൊക്കെ കാണാൻ പറ്റും. താഴത്തെ മരം ഈ മല ഇങ്ങനെ കറങ്ങി കയറി വരുമല്ലോ. താഴത്തെ മരങ്ങളുടെയൊക്കെ ടോപ്പ് ഈ മുകളിൽ നിന്ന് നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.